Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയിൽ ഡൗ ജോൺസും S&P 500ഉം തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലും ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ നാസ്ഡാക്ക് കോമ്പോസിറ്റിനെ സംബന്ധിച്ചൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസം തുടങ്ങിയതിന് ശേഷം ഡൗ ജോൺസിനും S&P 500നും ആ ഒരു കാര്യമായൊരു മുന്നേറ്റം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. US വിപണിയെ സംബന്ധിച്ച് സാറിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ഇന്ന് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഇടിവ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 40,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 30,700 പോയിന്റ് വരെ ഡൗ ജോൺസ് ഇൻഡെക്സിന് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. 30,700 വരെ ഡൗ ജോൺസിലെ കറക്ഷൻ നടന്നാൽ പോലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുമെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡിൽ ഇന്നലെ നമുക്ക് കാര്യമായിട്ടൊരു നഷ്ടമൊന്നും കണ്ടില്ലെങ്കിൽ പോലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി അണ്ടർടോൺ അല്പം ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 19,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. കമ്മോഡിറ്റി മാർക്കറ്റ്സിനെ സംബന്ധിച്ച് ബ്രെന്റ് ക്രൂഡ് ഒരു ഇടിവ് അതിൻ്റെ ഒരു ഇടിവിൽ തന്നെ തുടരുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എങ്കിൽ പോലും ഇന്നത്തെ വിപണിയിൽ ബാരലിന് $72.81 എന്നുള്ള റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. WTI 0.22% ഒരു നേട്ടത്തിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒപെക് പ്ലസ് ഒക്ടോബർ മുതൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും പ്രൊഡക്ഷൻ കട്ട് അത് ഡിലേ ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നഷ്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ക്രൂഡിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് ഒക്കെ നോക്കുമ്പോഴേക്കും ഒരു അല്പം ഓവർ സോൾഡ് റീഡിങ്ങിലോട്ട് വരുന്നുണ്ട്. സോ ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ WTI ക്രൂഡിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് $73 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച അടുത്ത റെസിസ്റ്റൻസ് $76. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $71 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗോൾഡിൽ ഇന്നിപ്പോൾ ട്രൈ ഔൺസിന് 2,517 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ സ്വർണത്തിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു സ്വർണം ക്ലോസ് ചെയ്ത് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം. സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ $2,570. അത് തന്നെയായിരിക്കും സ്വർണം ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $30 മുതൽ $35 നേട്ടം നമുക്ക് സ്വർണത്തിൽ പ്രതീക്ഷിക്കാം. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞൊരു സെഷനിൽ 25,250 എന്നൊരു റേഞ്ചിൽ വ്യാപാരം ആരംഭിക്കുകയും ആദ്യ നിമിഷങ്ങളിൽ തന്നെ 25,275 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് പിന്നീട് ഒരു നെഗറ്റീവ് നോട്ടിലോട്ട് നിഫ്റ്റി പോവുകയായിരുന്നു. 53 പോയിന്റിന്റെ ഒരു ഇടിവിൽ 25,145 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 25,127 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും നമുക്കൊരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ഇടിവ് തുടരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഞാൻ നിഫ്റ്റിയിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറക്ഷന് ഇടിവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇറ്റ് ഈസ് എ വെരി നാച്ചുറൽ പ്രോഫിറ്റ് ടേക്കിംഗ്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒത്തിരി ദിവസത്തെ നേട്ടത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കറക്ഷനാണെന്ന് നമ്മൾ ഓർക്കണം. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ 25,000 പോയിന്റ്. 25,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 200 മുതൽ 300 പോയിന്റിന്റെ കറക്ഷൻ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കറക്ഷൻ അവസാനിച്ചു എന്ന് നമുക്കൊരു സൂചന ലഭിക്കണമെങ്കിൽ 25,350 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ വ്യാപാരത്തിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ 73 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് അവസാന നിമിഷത്തിൽ രേഖപ്പെടുത്തിയത്. 51,473 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 51,600 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് 636 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടി നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് വളരെ മേജർ ഒരു പ്രഷർ പോയിന്റ് 51,400 പോയിന്റിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ അതേ ലെവലിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു കൺഫർമേഷൻ ഇന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ 51,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് HDFC ബാങ്ക് ഇൻ പർട്ടിക്കുലർ HDFC ബാങ്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണം. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് HDFC ബാങ്ക് ഒരു സൈഡ് വേസ് ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. സോ അതിലൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നാലേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ പോകുന്നുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആദ്യം ചോദിക്കുന്ന റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ട 1-2 കമ്പനീസിൻ്റെ കാര്യമാണ്. അതിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രെഡോ ബ്രാൻഡ്സ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കമ്പനിയെ സംബന്ധിച്ച് ലിസ്റ്റിങ്ങിന് ശേഷം ഇയർ ടിൽ ഡേറ്റിലുള്ള പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു 30% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാം. എങ്കിൽ പോലും കഴിഞ്ഞൊരു സെഷനിൽ നേരിയ നേട്ടത്തിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. 201 രൂപ എന്നുള്ള റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 152 രൂപയിൽ. അതിനുശേഷം വലിയൊരു മൂവ്മെന്റ് നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിങ്ങും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നത് ഇതിൽ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്ക് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 207 രൂപ. 207ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 212, 220, 230. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 196 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്, ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? പ്രിയ, നമ്മൾ ലോങ് ടേമിലോട്ട് നമ്മളൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ്, കമ്പനിയുടെ ബിസിനസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും കറന്റ് ലെവൽസിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ജ്യോതി CNC ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.71% ഒരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് കഴിഞ്ഞൊരു 1 വീക്കായിട്ട് നോക്കുമ്പോഴും ഒരു 7% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ജൂലൈ 23-ാം തീയതി ആയിരുന്നു നമുക്കൊരു മേജർ ബോട്ടം നൽകിയ 1037 രൂപയിൽ. അതിനുശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരുന്നു വിത്ത് എ ബുള്ളിഷ് അണ്ടർടോൺ. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ ഒരു കറക്ഷന് ശേഷം നമുക്കൊരു നല്ല ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1190, 1200 ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കണം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1245, അതിനുശേഷം 1320. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1120 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻഷുറൻസ് കമ്പനീസിലുള്ള 1-2 സ്റ്റോക്കുകളാണ്. അതിൽ LIC ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. LIC ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഒരു 5% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. LICയിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? LIC കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഒരു സൈഡ് വേസ് കറക്റ്റീവ് മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ കറക്റ്റീവ് ഫേസിന്റെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. LICയുടെ കേസിൽ ഈവൻ ഫ്രം എ ലോങ് ടേം വാല്യൂ അഡിഷൻ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ഒരു വാല്യൂ അഡിഷന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് കറന്റ് ലെവൽസിൽ തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ പൊസിഷൻസ് എടുക്കാം.
നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ 1100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 40 മുതൽ 60 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന 1040 രൂപ, അതിനുശേഷം 990 രൂപയിലും. മറ്റൊരു സ്റ്റോക്ക് ന്യൂ ഇന്ത്യ അഷുറൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് പ്രകടമാക്കിയിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് കാര്യമായൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ന്യൂ ഇന്ത്യ അഷുറൻസിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? LICയെ പോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ വളരെ ഷോർട്ട് ടേം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് ഫേസിലോട്ട് നീങ്ങുന്നത് കാണാൻ സാധിക്കുന്നത്. NISELന്റെ കേസിൽ 273 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 282, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 300 രൂപയിലായിരിക്കും ഈ സ്റ്റോക്കിന്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ. നമ്മൾ ഈ സ്റ്റോക്കിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 258 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്ലാസ്റ്റി ബ്ലെൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ കുറിച്ചുള്ള വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഒരു ഇടിവോടുകൂടി 354 രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 2% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രകടമാകുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. ബട്ട് ഈ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഗസ്റ്റ് 16 ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം 286 രൂപയിൽ. അതിനുശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരുന്നു. ആൻഡ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി കറക്ഷനും ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് ഒന്ന് സ്റ്റഡി ചെയ്യുക. അത് നല്ലൊരു ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 340 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 380, അതിനുശേഷം 405. പ്രേക്ഷകരുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആൾക്കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്. 68 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആൾക്കാർഗോ ലോജിസ്റ്റിക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. സോ ഈ സ്റ്റോക്കിൽ ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് അഗെയിൻ. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 67 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 71 രൂപ, അതിന് ശേഷം 74 രൂപ. 74ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ആൻഡ് അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. നൈക്കയിലുള്ള വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത്. 2.5% മുന്നേറ്റത്തിൽ 215 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. നൈക്കയിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 202 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 232 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. മോസ്ചിപ്പ് സെമി കണ്ടക്ടർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2%-ലധികം നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 240 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. So MOS chip വന്നിട്ട് it is listed only on BSE. NSEയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ജൂൺ 25 ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ 326 രൂപയിൽ നൽകിയതിന് ശേഷം ഇതൊരു കറക്റ്റ് ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 225 രൂപയിലായിരിക്കണം.
ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഫേസ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ 262 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1% നേട്ടത്തിൽ 636 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. സ്റ്റാർ ഹെൽത്തിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് 640 മുതൽ 650 രൂപ വരെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 675, അതിനെ തുടർന്ന് 685 രൂപയിലും ആയിരിക്കും. കറന്റ് ലെവൽസിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ IRFCയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ തിറ്റഗർ റെയിലുള്ള വ്യൂവും ചോദിച്ചിട്ടുണ്ട്. സോ IRFCയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 160 രൂപയില്ല. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമുക്ക് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്ക് 189 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അഗ്നി ഗ്രീൻ പവറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. കഴിഞ്ഞ സെഷനിൽ ഇടിവോടുകൂടി 43 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അഗ്നി ഗ്രീൻ പവറിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഇപ്പൊ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.14% നഷ്ടത്തിൽ 43 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ചെറിയൊരു തോതിൽ ഒരു ബുള്ളിഷ്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ജൂൺ മാസത്തിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഇതിൻ്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 45 രൂപ. 45ന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 50 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രേക്ഷകൻ നീല ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിൽ 14 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നില ഇൻഫ്രാസ്ട്രക്ചർ ഒരു പെനി സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിലും നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും കാണുന്നില്ല. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ കാണുന്നു. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 14 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 16 രൂപ 50 പൈസ, അതിനുശേഷം 18 രൂപയിൽ. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 0.21% ഇടിവ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CG പവറിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 675 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 725ന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. എക്സികോം ടെലിസിസ്റ്റംസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% നഷ്ടം രേഖപ്പെടുത്തി 349 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. എക്സികോം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് എക്സികോം. ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 340 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 380 മുതൽ 410 ആ ഒരു റേഞ്ചിൽ നമ്മുടെ ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ഈസി ട്രിപ്പ് പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 10% മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ട് 43 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
ഈസി ട്രിപ്പിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഇന്നലെ ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം ഈ കമ്പനി ഇലക്ട്രിക് ബസ്സസ് മാനുഫാക്ചർ ചെയ്യുന്നു എന്നൊരു വാർത്ത പുറത്തോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തായിരുന്നു ആ ഒരു വലിയൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 1-2 ദിവസം വെയിറ്റ് ചെയ്യാം, ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. 63 മൂൺ ടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 5% നേട്ടം ഈ ഒരു സ്റ്റോക്ക് പ്രകടമാക്കിയിരുന്നു. 397 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ 63 മൂൺസ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷനിലും അപ്പർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്യപ്പെട്ടത്. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 410 മുതൽ 420 വരെ. ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മസഗോൺ ഡോക്കിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 4% നഷ്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4579 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ മാസഗോൺ ഡോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് ഓഗസ്റ്റ് 21 ഈ സ്റ്റോക്ക് 4111 രൂപയിലായിരുന്നു ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ആ ഒരു ലോ ലെവല് ബ്രേക്ക് ചെയ്യാതെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് ഈ സ്റ്റോക്ക് നീങ്ങിയിട്ടുണ്ട്. വരും സെഷൻസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതേ സെയിം ലെവൽ 4111. ബട്ട് നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ താമസിക്കാതെ തന്നെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. റെസിസ്റ്റൻസ് ആയിട്ട് അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 4930 രൂപ. ടൈറ്റന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടമാണ് ടൈറ്റൻ രേഖപ്പെടുത്തിയത്. ടൈറ്റന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ജിയോഫിനിന്റെ വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 0.5% നഷ്ടത്തിൽ കഴിഞ്ഞ സെഷനിൽ 345 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ജിയോഫിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 318 രൂപയിൽ ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത്. നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 357 രൂപയിൽ. മഹീന്ദ്രയുടെ വ്യൂവും ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 1% ഇടിവിൽ കഴിഞ്ഞ സെഷനിൽ 2723 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി മഹീന്ദ്രയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. സോ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2710 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് കാണുന്നത് 2635 രൂപയിൽ. കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ തിത്തക റെയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.5% നഷ്ടത്തിൽ 1412 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. തിത്തക റെയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് മോഡിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന 1310 രൂപയിൽ. സോ നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1310 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1525 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവസാനമായി കോവൈ മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ 0.77% നഷ്ടത്തിൽ 5485 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കോവൈ മെഡിക്കൽ NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും
ഈ സ്റ്റോക്കിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് അറൌണ്ട് 5800 രൂപയ്ക്ക് അടുത്ത് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. സോ അത് തന്നെയായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്ന 5350 രൂപ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വറീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ക്വറീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.